ആലപ്പുഴ ചെങ്ങന്നൂരിൽ ABVP പ്രവർത്തകനായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ എത്തിച്ചു. അല്പസമയത്തിനകം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ വിധി പറയും. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ പാലാഴി, 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. ABVPയുടെ ചെങ്ങന്നൂർ നഗർ പ്രസിഡന്റായിരുന്ന വിശാലിനെയാണ് 2012 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെന്ന് പറയുന്നവർ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ വിധി പറയാൻ പോവുകയാണല്ലോ. പ്രതികളെ കോടതിയിൽ കൊണ്ടുവന്നല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയത്തിനുള്ളിൽ കേസുമായി ബന്ധപ്പെട്ട വിധിപ്രസ്താവം ഉണ്ടാകും. 20 പേരാണ് ഈ കേസിൽ പ്രതികളായുള്ളതിൽ. അന്ന് കേസെടുക്കുമ്പോൾ ഒരാൾ പ്രായപൂർത്തിയായിരുന്നില്ല. 20 പേരും PFI പ്രവർത്തകർ തന്നെയായിരുന്നു. എന്തായാലും അതിനുശേഷം ജാമ്യം കിട്ടി 20 പേരും പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 20 പ്രതികളും ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, വിധി പറയാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കും. 2012 ജൂലൈ മാസത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ 16-ന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ABVPയുടെ പരിപാടിയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് വിശാൽ കോളേജിലേക്ക് എത്തുന്നത്. അവിടെ PFI പ്രവർത്തകരുമായി ഒരു തർക്കമുണ്ടാകുന്നു. പിന്നീടാണ് അതൊരു കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. വിശാലിന് മാരകമായി വെട്ടേറ്റിരുന്നു. 2 ABVP പ്രവർത്തകർക്കും അതിനൊപ്പം പരിക്കേറ്റു. പിന്നീട് തൊട്ടടുത്ത ദിവസം ജൂലൈ 17-ാം തീയതി വിശാൽ മരണപ്പെടുകയും ചെയ്തു. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ്. പക്ഷേ ലോക്കൽ പോലീസിന് അന്വേഷണം ശരിയല്ല എന്നുള്ള ഒരു പരാതി പിന്നീട് ABVP അടക്കം വിശാലിൻ്റെ കുടുംബമടക്കം ഉയർത്തുകയും ചെയ്തു. പിന്നീടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത്. അങ്ങനെ 20 പ്രതികൾ ഈ കേസിലുണ്ട് എന്നും അവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് പിടികൂടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ 20 പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ എന്ത് വിധി വരും എന്നുള്ള കാര്യത്തിൽ നിർണായകമായ ഉറ്റുനോക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായ ഒരു കൊലപാതകം കൂടിയാണ്. ഇതിൽ ആ കാലത്ത് സാക്ഷികളായിരുന്നത് കോളേജിലെ KSU SFI പ്രവർത്തകരാണ്. പക്ഷേ ഇതിൻ്റെ വിചാരണ കാലയളവിൽ ഈ 2 SFI KSU പ്രവർത്തകരടക്കം ഈ മൊഴി മാറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതും വലിയ വിവാദമായിരുന്നു. പിന്നീട് ഇവർ കൂറുമാറിയെന്ന് കോടതി അന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അതൊക്കെ ഈ കേസിൻ്റെ നാൾവഴികളിൽ വലിയ വിവാദമായ സംഭവ വികാസങ്ങളാണ്. എന്തായാലും അങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ ഈ വിശാൽ വധക്കേസിലെ വിധി പ്രസ്താവം ഉണ്ടാവുകയാണ്. ദിലീപ് കുമാർ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ABVP പ്രവർത്തകനായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. 12 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.